ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുഭാഷിന് പെണ്ണ് കാണാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം പരിചയപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഭാസ്കരേട്ടനാണെങ്കിൽ തകർത്ത് അഭിനയിക്കുക കേട്ടോ. ഭയങ്കര എല്ലാവരോടും ഭയങ്കര സ്നേഹം, ഭയങ്കര കാര്യമായിട്ടൊക്കെ. അപ്പോൾ കഴിക്കാനൊരു ലഡു എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ മധുരം വേണ്ട, ഞാൻ ഇത് കഴിച്ചാൽ ശരിയാവത്തില്ല, ചെറിയ ഷുഗറൊക്കെ ഉണ്ടേ, മരുമകൾ മധുരം കഴിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിധിയെ ഒരു ഇതാക്കി പറയാം. അത് കഴിഞ്ഞപ്പോൾ ചായയിൽ മധുരം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചെറുതായിട്ട്. അത് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെൺകുട്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊച്ചിൻ്റെ അമ്മാവും പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ മാട്രിമോണിയിൽ കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കണ്ടെന്ന് കരുതി ഒന്നുകൂടെ പറയുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ഒരു വിരോധവും ഇല്ലെന്ന് ഭാസ്കരേട്ടൻ. അത് കഴിഞ്ഞ് വിവരങ്ങളെല്ലാം അവർ സംസാരിക്കാം. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കാം എന്ന് പറയുന്ന ഭാസ്കരേട്ടനോട് പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു, ആദ്യം ചെക്കനും പെണ്ണും ഒന്ന് സംസാരിക്കട്ടെ, അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ കാപ്പി കുടിക്കാൻ വന്ന ചോറുണ്ട് പോയി എന്നുള്ളത് കേൾക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്നങ്ങനെ ഭാസ്കരേട്ടൻ. അത് കഴിഞ്ഞപ്പോൾ സുഭാഷിനോട് പോയി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞപ്പോൾ അയ്യോ ഞാനെന്ത് സംസാരിക്കാനാണെന്ന് ചോദിച്ചു. എന്തെങ്കിലുമൊക്കെ പോയി സംസാരിക്കേട്ടാ ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിർബന്ധിച്ച് സുഭാഷിനെ പറഞ്ഞു വിടുക. അങ്ങനെ സുഭാഷാണെങ്കിൽ ഇവരുടെ നിർബന്ധപ്രകാരം അപ്പോൾ സുഭാഷ് പോകുമില്ലെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഭാസ്കരേട്ടൻ അവിടെ ഇരുന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കൈയും കാലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും സുധീഷ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ സുഭാഷ് എഴുന്നേറ്റ് പോയി. അവിടെ ചെന്നിട്ടും പെൺകുട്ടിയോടൊന്നും മിണ്ടാതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്താ ഒന്നും അധികം സംസാരിക്കാത്ത പ്രകൃതമാണോ എന്നാ പെങ്കൊച്ച് സുഭാഷിനോട് ചോദിച്ചു. ഇപ്പം എന്താ അല്ല ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. അയ്യോ സോറി, എനിക്ക് എങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. സുഭാഷ് അധികം സംസാരിക്കാറില്ലേന്ന് ഞാൻ ചോദിച്ചത്. അത് പിന്നെ ഞാൻ പരിചയമുള്ളവരോടൊക്കെ സംസാരിക്കാറുള്ളൂ പൊതുവെ എന്നിങ്ങനെ സുഭാഷ് പറഞ്ഞു. അതിനാണ് അധികം സംസാരിക്കാത്ത പ്രകൃതം എന്ന് പറയുന്നതെന്ന് ആ പെൺകുട്ടി അന്നേരം പറഞ്ഞു കേട്ടോ. അല്ല സുഭാഷിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പം സുഭാഷ് ഇങ്ങനെ നിന്ന് ഉരുകും. അത് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഒന്നിനോടും ഇഷ്ടമില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരെയും വലിയ ഇഷ്ടമാണെന്ന് സുഭാഷ് പറഞ്ഞു. ഞാൻ ചോദിച്ചത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് എന്നിങ്ങനെ പറയുമ്പോൾ സുഭാഷിന് എന്നോടൊന്നും ചോദിക്കാനില്ലേ? അപ്പോൾ ഇയാൾ ചോദിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറയാം. പിന്നെ രണ്ടുപേരും കുറേ നേരം നിന്ന് സംസാരിച്ചു. പെൺകുട്ടിയെ പറ്റി പരിചയപ്പെടുത്തി. പെൺകുട്ടി ചോദിച്ചതിനൊക്കെ നമ്മുടെ സുഭാഷ് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന അനിയന്മാർക്ക് ഈ ചേട്ടനെങ്ങനെ സംസാരിച്ചെല്ലാം കോളാക്കുമോ എന്നുള്ള പേടിയിൽ ഇരിക്കുക. അങ്ങനെ അവിടെ ഇരിക്കുന്ന ലഡുവും ജിലേബിയൊക്കെ മുറിച്ച് അനിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് കഴിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് നിധി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു സ്വകാര്യം എന്ന് പെണ്ണിൻ്റെ അച്ഛൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല വെറുതെ. അപ്പോഴേക്കും പെണ്ണും ചെറുക്കനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവർ വന്നിരിക്കുക. അപ്പോൾ സുഭാഷ് വന്നിരുന്നപ്പോൾ സുധീഷ് സംസാരിച്ചു കേട്ടാന്ന് ചോദിച്ചു. സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചു, സുഭാഷ് പക്ഷേ അധികം സംസാരിച്ചില്ല എന്ന് ആ പെങ്കൊച്ച് പറയാം. അപ്പോൾ സുഭാഷ് ചേട്ടൻ പൊതുവെ അങ്ങനെയാണെന്ന് നിധി പറഞ്ഞു. അപ്പോൾ അതെനിക്ക് മനസ്സിലായെന്ന് നിധിയോട് ആ പെങ്കൊച്ചും പറഞ്ഞു കേട്ടോ. ആ സമയത്ത് എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് സംസാരിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിലേ ദാമ്പത്യം സക്സസ് എന്നാ അത്രയും വഴക്കു പറയല്ലോ എന്നാ പെങ്കൊച്ചിൻ്റെ അമ്മാവൻ അന്നേരം ചാടിക്കയറി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരു തമാശ എന്നുള്ള രീതിയിൽ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആണായാലും പെണ്ണായാലും വിവാഹത്തിന് മുൻപ് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ഇരിക്കുന്നതൊക്കെ നല്ലതാണെന്നും ഒരു തവണ കാണുമ്പോഴേക്കും കല്യാണം നിശ്ചയിക്കുന്നതൊക്കെ പഴയ ഏർപ്പാടല്ലേ എന്നൊക്കെ പെണ്ണിൻ്റെ അച്ഛൻ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. സുഭാഷ് സംസാരക്കുറവുള്ള ആളാണെങ്കിൽ അവർക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുക്കാമെന്നും പെണ്ണിൻ്റെ അച്ഛൻ പറയണു. സുഭാഷ് ഇങ്ങനെ നോക്കും അന്തം വിട്ട്. അവർ ഫോണിലൂടെ സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞു. അപ്പം സുഭാഷ് ഇങ്ങനെ എല്ലാവരും മാറി മാറി നോക്കാം. അതിനുശേഷം രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ വിവാഹം എന്താ അതുപോലെ എന്ന് പെണ്ണിൻ്റെ അച്ഛൻ ചോദിച്ചപ്പോൾ അത് മതി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വിവാഹം കഴിക്കേണ്ടത് അവരാണല്ലോ, അപ്പോൾ പിന്നെ അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എന്നാൽ പിന്നെ രണ്ടുപേരുടെയും നമ്പർ കൈമാറല്ലേ എന്ന് സുധീഷ് ചോദിക്കുക. അപ്പോൾ അത് ഞാൻ എന്നെ വിളിച്ച് നമ്പറിലേക്ക് അയച്ചേക്കാം, സുഭാഷിൻ്റെ നമ്പർ അതിലേക്ക് അയച്ചാൽ മതി കേട്ടോ എന്ന് പെണ്ണിൻ്റെ അച്ഛൻ അന്നേരം പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ഇവർ യാത്ര പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാന്ദ്രയാണ് കാണിക്കുന്നത്. സാന്ദ്രയാണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ നിധിയെ ഫോണിൽ വിളിക്കുക. അപ്പോൾ നിധിയുടെ ഫോൺ അവിടെ വീട്ടിൽ കട്ടിലേക്ക് കിടക്കുമായിരുന്നു. നിധി വന്ന് കോൾ എടുത്തു. ഹലോ നിധി എന്നും പറഞ്ഞു എടുത്തു. പറയട്ടത്തി എന്താ വിളിച്ചതെന്ന് ചോദിച്ചു കേട്ടോ. നിധി എങ്ങനെയുണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പം അതെ ഏട്ടത്തി ഏട്ടത്തിക്ക് സുഖമല്ലേ ചോദിച്ചു. അപ്പോൾ അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ മോളെ? അപ്പോൾ സോറി ഏട്ടത്തി, അന്ന് നിങ്ങളുടെ ഹസ്ബൻഡിനോടുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല, എനിക്ക് നീ പറഞ്ഞതൊക്കെ മനസ്സിലാകുമെന്നും സുധീഷിൻ്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എന്നും ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല
മുറിവ് ഉണങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിളിച്ചിരുന്നു, കിട്ടിയില്ല എന്ന് സാന്ദ്ര പറഞ്ഞപ്പം കോള് ഞാൻ കണ്ടായിരുന്നു, തിരിച്ചു വിളിക്കാതിരുന്നതാണ് എന്ന് നിധി അന്നേരം പറയൂ കേട്ടോ. അവിടെ ആരെങ്കിലും അടുത്തുണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ നീ എവിടെയായിരുന്നു ഇപ്പോൾ? ഞാൻ പുറത്ത് പോയിരിക്കായിരുന്നു ഏട്ടത്തിയെന്ന് പറഞ്ഞു. തനിച്ചോ? അല്ല, എല്ലാവരും കൂടിയാണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ അച്ഛനും എല്ലാവരും കൂടി മുഴുവൻ ഫാമിലി ആയിട്ട്. എന്താ മോളെ നീ പറയുന്നേ? അച്ഛൻ, ഫാമിലി, ഇത്ര പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയോ എന്ന് സാന്ദ്ര നിധിയോട് ചോദിക്കുക. പിന്നെ മോളെ ദേ അതിന് നിൻ്റെ ഫാമിലി ആണോ എന്ന് ചോദിച്ചപ്പോൾ വേറെ ഏതാ എൻ്റെ ഫാമിലി ആയിട്ട് ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ ജനിച്ചു വളർന്ന ഫാമിലി ഇപ്പം എൻ്റേതാണെന്ന് പറഞ്ഞാൽ അവരാരും അത് സമ്മതിച്ച് തരത്തില്ലല്ലോ, തരുമോയെന്ന് ചോദിച്ചു. നിന്നോട് ദേഷ്യം ഉണ്ടാവും എന്ന് വെച്ച് ഇത് നിൻ്റെ വീടല്ലാതാവോ എന്ന് സാന്ദ്ര നിധിയോട് ചോദിക്കുക. ദേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതാണ് മോളെ നിൻ്റെ കുടുംബം, ഇവിടെയുള്ളവരാണ് നിൻ്റെ ആൾക്കാർ. നീ തൽക്കാലം ആ വീട്ടിൽ കഴിയുന്നു എന്ന് കരുതി അത് ഫാമിലി ആണെന്നൊക്കെ അങ്ങനെ കയറി ചിന്തിച്ച് എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിച്ചു. അത് വിട്ടേക്കേട്ടെത്തി, സംസാരിച്ച് നമ്മൾ എങ്ങും എത്താൻ പോണില്ല എന്ന് നിധി അന്നേരം സാന്ദ്രയോട് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. നിധി വന്നിട്ട് കല്യാണക്കാരിയൊക്കെ പറയാം. നീ എന്ത് ഇങ്ങനെയൊക്കെ? നിനക്ക് തന്നെ നീ അവിടെ എത്ര കാലം ഉണ്ടാകുമെന്ന് പോലും അറിയില്ല. അതിനിടയിൽ ഈ വക കാര്യങ്ങളിലൊക്കെ തലയിടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ പിന്നീട് കുഴപ്പമാവുള്ളൂ എന്ന് പറയുമ്പം അത് ഏട്ടത്തേക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക. എനിക്കത് അറിയില്ല എന്ന് നിധി പറയുക. എനിക്ക് സുഭാഷ് ഏട്ടനെ കാണുമ്പോഴേ ഒരു ഭയങ്കര ബ്രദർ ഫീലിംഗ് ആണെന്നും എന്നോട് നല്ല സ്നേഹവും കെയറും ഒക്കെ ആണെന്നുള്ള കാര്യം നിധി സാന്ദ്രയോട് പറയുക. ഞാൻ ഈ വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നതിന് മുഖ്യ കാരണം തന്നെ സുഭാഷ് ഏട്ടനാണെന്ന കാര്യം നിധി പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും സുഭാഷ് ഏട്ടൻ്റെ കല്യാണം ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഒരുപാട് സ്ഥലത്തു നിന്ന് ആലോചനകളും കാര്യങ്ങളൊക്കെ വന്നതാണ്, പക്ഷെ അതൊന്നും ശരിയായില്ല. ഇത്തവണ മാട്രിമോണി വഴിയാണ് ഞങ്ങളത് നടത്താൻ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സാന്ദ്ര ഈ വിവരങ്ങളെല്ലാം നിധിയിൽ നിന്നും ചോർത്തിയെടുക്കുവാണ്. അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ സാന്ദ്ര പറയുന്നു. അതും നിധിയെ കുറ്റപ്പെടുത്തി പറയുന്നു. അപ്പോൾ ഒരൊറ്റ ഫോൺ കോളിൽ ഇതെല്ലാം ഏട്ടത്തിയെ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും അല്ല ഏട്ടത്തിയെന്ന് നിധി പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ ഇവിടെയുള്ളവർ മോശം ആൾക്കാരല്ല. സ്വഭാവത്തിലോ അല്ലെങ്കിൽ ജീവിതശൈലിയിലോ ഒന്നും മോശമായ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നവരല്ല ഈ വീട്ടിലുള്ളവരെന്നും നിധി സാന്ദ്രയോട് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇവിടെ ഇരുന്നാൽ ആ പേര് മാറ്റിയെടുക്കാൻ കഴിയും എന്ന കാര്യം നമ്മുടെ നിധി പറയുവാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ആ പേര് ദോഷം വീണ്ടും ഈ കുടുംബത്തിലുണ്ടാകും. ഇവിടെയുള്ളവരെല്ലാവരും വീണ്ടും വിഷമിക്കുമെന്ന് പറഞ്ഞു. ആ വീടിനെ നന്നാക്കി എടുക്കുക എന്നുള്ളത് നിൻ്റെ ജോലിയാണോ നിധി? അല്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിൽക്കാനേ ഈ വീടും വീട്ടുകാരും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അത് തിരിച്ചു കാണിക്കണ്ടേ എന്ന് നിധി ചോദിക്കാം. അതിന് നിനക്കും അവർക്കും എന്താ ബന്ധം? ലോജിക്കലി ചോദിച്ചാൽ ശരിയാണ് ഏട്ടത്തി, എനിക്ക് അതിന് ഉത്തരവും കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം എനിക്ക് തിരിച്ച് കാണിക്കണ്ടേ എന്ന് നിധി സാന്ദ്രയോട് ചോദിക്കാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം എങ്കിൽ ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരണമെന്നും നിധി തൻ്റെ തീരുമാനം സാന്ദ്രയെ അറിയിക്കുന്നു. അല്ലെങ്കിൽ ഞാനത് ഇവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കുമെന്നും നിധി പറയുക. ഈ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടി ആദ്യം വരട്ടെ, എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ ഇഷ്ടത്തിന് നീ ഓരോന്ന് കാണിക്കാണല്ലോ മോളെ, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല, ഇഷ്ടപ്പെടുന്നതുമില്ല എന്ന് നിധിയോട് സാന്ദ്ര പറയുമ്പം എനിക്കിഷ്ടമാകുന്നുണ്ട് ഏട്ടത്തി, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ എന്തിനാ ഈ ഫുഡ് മേടിച്ചുകൊണ്ട് വന്നത്? എന്തിനാ വെറുതെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചത്? ഞാനിവിടെ ഉണ്ടാക്കുമായിരുന്നല്ലോ എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ പറഞ്ഞു. പുറത്തുനിന്ന് മേടിച്ചത് കൊണ്ടല്ലേ നിങ്ങളാരും ഒന്നും കഴിക്കാത്തത്? ഇവിടെ ഉണ്ടാക്കുന്നതായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കഴിക്കില്ലായിരുന്നു എന്നും സുഭാഷ് ചോദിക്കാം. ഇന്ന് പെൺകുട്ടിയൊക്കെ കാണാൻ പോയി ഹാപ്പിയായി വന്ന ദിവസമല്ലേ, അപ്പോൾ ഇന്നൊരു ദിവസമെങ്കിലും കിച്ചണിൽ കയറാതിരിക്കേണ്ട സുഭാഷ് ഏട്ടാ എന്ന് പറയുമ്പം എടാ അതെനിക്കൊരു ജോലിയായിട്ട് തോന്നിയാലല്ലേ എന്ന് സുഭാഷ് ചോദിക്കുക. അപ്പോൾ സുഭാഷ് ഏട്ടാ ഇന്ന് ചേട്ടന് ഞങ്ങൾ ലീവ് തന്നിരിക്കുന്നത് പോരേന്ന് ചോദിച്ചു. നേകേഷ് വേഗം കഴിക്കാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെ വിളിച്ചിരുത്തി കഴിപ്പിക്കുക. എന്നിട്ട് എല്ലാവരും ഇന്ന് പോയ കാര്യങ്ങളും പെൺകുട്ടിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അതിനുശേഷം അടുക്കള ജോലിയെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നു. കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ അടുക്കളയിൽ കയറി ജോലിയും കാര്യങ്ങളും തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത് കേട്ടോ എന്നൊക്കെ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളൊരു സ്പേസും കൂടെ തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഉവ്വ അപ്പോൾ വല്ലതൊക്കെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിധി അന്നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് സുധീഷിനെ കളിയാക്കുക. അപ്പോൾ അത് ശരി, ഇയാളിപ്പോൾ എനിക്കിട്ട് തന്നെ തന്നുകൊണ്ടിരിക്കുകയാണല്ലേ എന്നേരം നിധിയോട് സുധീഷ് ചോദിച്ചു. അപ്പോൾ ഹരീഷ് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ് ശരിക്കും ശരിയല്ലേ എന്ന് ചോദിച്ചു. എന്ത്? അല്ല ഇവർ തമ്മിൽ കൂടുതൽ അടുത്ത് സംസാരിച്ചതിനൊക്കെ ശേഷം കല്യാണം പിന്നീട് നടത്തിയാൽ മതിയെന്ന്. അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്. ഇനി ഇവർ തമ്മിൽ സംസാരിച്ചൊന്ന് പഴകിയാൽ കല്യാണത്തെപ്പറ്റി ആലോചിക്കാം എന്ന് നിധി ഇരുന്ന് പറയുന്നു. സുഭാഷ് അന്നേരം ഒന്ന് ചിരിച്ചു. സുഭാഷിന് മൊത്തം സന്തോഷമൊന്നും കണ്ടില്ല. അപ്പോൾ എന്താ സുഭാഷ് ഏട്ടൊന്നും പറയാത്തതെന്ന് നിധി ചോദിച്ചു. അത് കേട്ടപ്പം ഞാനിപ്പോൾ എന്ത് പറയാനാണെന്ന് ചോദിച്ചു കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ആ കുട്ടിയെ ഇഷ്ടമായോ എന്ന് സുഭാഷ് ചോദിച്ചു. ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാവണ്ടേ,
പിന്നെ സുഭാഷ് ഏട്ടന് ഇഷ്ടമായോ എന്ന് നേരത്തേക്ക് നമ്മുടെ ഹരീഷ് ചോദിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. സുഭാഷ് ഏട്ടന് ആ കുട്ടിയെ ഇഷ്ടമായോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക എല്ലാവരും സുഭാഷിനെ നേരെ തന്നെ എന്താ പറയുന്നതെന്ന് അറിയാൻ. ആ കുട്ടി നല്ലപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്ന് സുഭാഷ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനല്ല സുഭാഷ് ഏട്ടൻ ഉത്തരം പറയുന്നതെന്ന് ഹരീഷ് അന്നേരം പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോണിലേക്ക് കോൾ വന്നു. ഇതാരെയും വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് എടുത്തിട്ട് ഇത് അവരാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിധിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ നിധി മേടിച്ച് നോക്കിയിട്ട് അതെ ആ കുട്ടിയുടെ നമ്പർ എന്നാൽ സുഭാഷ് ഏട്ടൻ സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷ് കോൾ എടുത്തു. ഹലോ അതെ ഞാൻ സുഭാഷാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പെങ്കൊച്ച് അതെ അത് ശരി, ഇയാളുടെ നമ്പറിൽ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ ഇയാളാണ് സംസാരിക്കുന്നതെന്ന് പിന്നെ എനിക്കറിയില്ലേ എന്ന് ആ പെങ്കൊച്ച് ചോദിക്കാം. ആഹാരം കഴിച്ചോന്ന് ചോദിച്ചു. ഉവ്വാ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കമൻട്രികൾ അടിച്ചുകൊണ്ടിരിക്കുക അനിയന്മാർ. അപ്പം ഞാനും ഇപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ എന്നാ പെങ്കൊച്ച് പറഞ്ഞു. സുഭാഷ് ഏട്ടാ പുറത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു സുധീഷ്. അങ്ങനെ സുഭാഷിനെ ഇവരെ നിർബന്ധിച്ച് പുറത്തേക്ക് പറഞ്ഞു വിടുക. സുഭാഷ് ഇറങ്ങിപ്പോയി കൈയൊക്കെ കഴുകി. അപ്പോൾ വന്ന് പോയിട്ട് വീട്ടുകാരെന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാവർക്കും ജ്യോതി ഇഷ്ടമായിട്ടുണ്ട് എന്ന് സുഭാഷ് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കോ എന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല. അല്ല ഹലോ അത് പിന്നെ ഹലോ ചോദിച്ചത് കേട്ടില്ലേ എന്ന് ആ പെങ്കൊച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ കേട്ടെന്ന് പറഞ്ഞു. ഇഷ്ടമായി എന്ന് സുഭാഷ് പറയാം. ഞാനങ്ങനെ കാണാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു. സുഭാഷ് ആകെപ്പെട്ട് തുറന്ന് പറഞ്ഞോളൂ കേട്ടോ. കൊള്ളാം, നല്ലതാ, കാണാൻ നല്ലതാണെന്ന് പറയാം കേട്ടോ. അതൊക്കെ കേട്ട് അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കും. അച്ഛൻ്റെ ചിരി വരുന്നുണ്ട്. അപ്പം നിങ്ങളും കാണാൻ കൊള്ളാം കേട്ടോ എന്ന് സുഭാഷിനോട് ആ പെങ്കൊച്ച് പറയാം. എൻ്റെ വീട്ടുകാർക്ക് നിങ്ങളെയും വീട്ടുകാരെയും ഇഷ്ടമായെന്നും പ്രത്യേകിച്ചും നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ നിധിയെ എന്ന് പറഞ്ഞപ്പോൾ നിധി വളരെ നല്ല കുട്ടിയാണെന്ന് സുഭാഷ് പറഞ്ഞു. പിന്നെ വല്ല സൗകര്യമൊക്കെയുള്ള വീട്ടിൽ വളർന്ന കുട്ടിയാണ്. പിന്നെ ഇവിടെ അത്ര സൗകര്യമൊന്നും ഇല്ലയെന്നും പക്ഷേ ഒരു പരാതിയും ഇല്ലാതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തെപ്പറ്റി പറയുമ്പോൾ 100 നാക്കാണല്ലോ എന്നാ പെങ്കൊച്ച്. അപ്പോൾ സുഭാഷ് ഒന്ന് ചിരിച്ചു. പിന്നെ ഇവർ തമ്മിൽ വിശേഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പറഞ്ഞു. അങ്ങനെ കുറേ സംസാരിച്ചു. അപ്പോൾ വീട്ടുകാരൊക്കെ എന്തെന്ന് ചോദിച്ചു. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ചാട്ടോ ഞാൻ. എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുഭാഷ് പറയുന്നത് എല്ലാം അച്ഛൻ കേട്ടിരുന്ന് ചിരിക്കുക. ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അതിനുത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങളുടെ ജോലിയെപ്പറ്റി പറയാം. മേസ്തിരി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു കേട്ടോ. അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് പറയാമെന്നൊക്കെ ചോദിക്കാം നമ്മുടെ സുഭാഷ്. ഈ വീടിൻ്റെ തറക്കല്ലിടുമ്പോൾ തൊട്ടുള്ള എല്ലാ പണികളും അറിയാവുന്ന ഒരാൾ എന്ന് പറയാമെന്ന് സുഭാഷ് പറഞ്ഞു. അങ്ങനെ ജോലിക്കാര്യങ്ങളും ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അങ്ങനെ സുഭാഷിൽ നിന്ന് പൊട്ടത്തരം വിളമ്പുന്നത് കേട്ടപ്പോൾ ഇവൻ്റെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങനെ അവിടെ ഇരുന്ന് ഓഹോ എന്നൊക്കെ പറഞ്ഞിരുന്ന് കാണിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും എന്താ സംസാരിക്കുന്ന അറിയാം പതുങ്ങി വന്നിങ്ങനെ നോക്കുവാണ്. സംസാരിക്കുന്നുണ്ടല്ലേ എന്ന് ഹരീഷ് ചോദിച്ചു. എന്താണാവോ പറയുന്നേ എന്ന് നികേഷിന് അറിയാഞ്ഞിട്ടൊരു ഇരിക്കപ്പുറത്തി കുറവ്. സുഭാഷിൽ നിന്ന് എന്തൊക്കെയോ സംസാരിക്കല്ലേ. അപ്പോൾ അതേ നിധി വന്നിട്ട് എന്താ ഒളിഞ്ഞു നോക്കുന്നതെന്ന് ചോദിച്ചു. ചേട്ടൻ്റെ സംസാരം ഒളിഞ്ഞൊന്നും കേൾക്കണ്ട, എല്ലാവരും വന്നേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നിധി നിർബന്ധിച്ച് ഇവരെല്ലാവരും വിളിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും ആ പെങ്കൊച്ചിനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല, കാരണം സുഭാഷിൻ്റെ സംസാരമേ. അപ്പോൾ ലാസ്റ്റ് അത് ഫോൺ ഇങ്ങനെ മാറ്റിയൊക്കെ പിടിക്കുക. കാരണം സുഭാഷ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ സുഭാഷിനോടൊരു ഇറിറ്റേഷനും കാര്യങ്ങളും പോലെ ആ പെങ്കൊച്ചിന് ഫോൺ മാറ്റി പിടിക്കുന്നു. അതിനുശേഷം ചെവിയിലേക്ക് വെക്കുന്നു. അത് അതിനേക്കാളും വലിയ തോൽവിയാണെന്ന് സുഭാഷ് അറിയുന്നതുമില്ല. അങ്ങനെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവനവിടെ എന്തെടുക്കുകയെന്ന് നിങ്ങൾക്കറിയാവുന്ന അച്ഛൻ അകത്ത് കയറുന്ന ഇവരോട് ചോദിക്കൊന്നും മിണ്ടാതിരുന്നെങ്കിൽ കൂടി ഈ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കൊച്ച് സമ്മതിച്ച് പോയനെ. ഇത് പക്ഷേ ഇവൻ മിണ്ടിയ സ്ഥിതിക്ക് ആ കൊച്ചിന് ഈ കല്യാണത്തിന് സമ്മതിക്കുന്നു എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞ് അച്ഛനകത്തേക്ക് കയറിപ്പോയി. അതെന്താ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു നിധി. അവൻ എന്നാ സംസാരിക്കുന്നതെന്ന് പോയി കേട്ട് നോക്കാൻ പറഞ്ഞു. എന്തു പറ്റി എന്ന് നികേഷ് ചോദിക്കാം. എന്താ പറയുന്നത് പോയി നോക്കിയാടാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെ പതുക്കെ ഹരീഷ് പറഞ്ഞു വിടുക. അങ്ങനെ വീട്ടിലെ ജോലിക്കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ സുഭാഷ് പറയുകയാണ്. ഓയ്യോ എല്ലാം തോളച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ നികേഷ്. ഇത് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതൊന്നും ആ പെങ്കൊച്ചിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങനെ തലയ്ക്ക് കയ്യും വെച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.